ഹിമ. ഇക്കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എനിക്ക് 23ാമത് റാങ്ക് ഉണ്ട്. നിലവിൽ ഞാൻ KSFE വൈറ്റിലയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട് കാട്ടായിക്കോണത്താണ്, തിരുവനന്തപുരം ജില്ലയിലെ കാട്ടായിക്കോണത്ത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഹസ്ബൻഡുമാണ് ഉള്ളത്. ഹസ്ബൻഡ് ഡോക്ടറാണ്, സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഉണ്ട് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. പിന്നെ അച്ഛൻ റിട്ടയർഡ് ഗവൺമെൻറ് സർവൻ്റാണ്, അമ്മ ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറായിരുന്നു, റിട്ടയർഡായി. ഞാൻ പഠിച്ചത് BDS ആണ്, കൊല്ലത്താണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ഹയർ സ്റ്റഡീസ് നോക്കിയിരുന്നില്ല, കുറച്ച് നാൾ ക്ലിനിക്സും മറ്റും നോക്കിയതിന് ശേഷം 2018 ഞാൻ ആദ്യമായിട്ട് ലക്ഷ്യയിൽ KSൻ്റെ കോച്ചിങ്ങിന് പോകുന്നത്. പിന്നെ കുറച്ച് നാളൊരു ലോങ് ഗ്യാപ്പിന് ശേഷം ഒരു സെക്രട്ടേറിയറ്റിൻ്റെ പ്രിലിംസ് ബാച്ചിലാണ് ഞാൻ ലക്ഷ്യയിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം മെയിൻസ് ബാച്ചിലും പിന്നീട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂ ബാച്ചിലും ജോയിൻ ചെയ്തിരുന്നു. എനിക്ക് ആദ്യം ഈ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ സിലബസ് വരുമ്പോൾ അതിൽ പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു 3 ഘട്ടം ഉണ്ടായിരുന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്യയിൽ വന്നതിന് ശേഷം അതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രിലിംസ് ബാച്ചിലാണെങ്കിലും മെയിൻസ് ബാച്ചിലാണെങ്കിലും ഞങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള എക്സാംസ് ഉണ്ടായിരുന്നു. ഡെയിലി എക്സാംസും ക്ലാസ് ടെസ്റ്റും അതുപോലെ തന്നെ ജനറൽ എക്സാംസും ഉണ്ടായിരുന്നു. പിന്നെ പ്രോപ്പറായിട്ടുള്ള മോണിറ്ററിങ് ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻ്റർവ്യൂ ഗൈഡൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മെയിൻലി ഫോളോ ചെയ്തത് ലക്ഷ്യയിലെ തന്നെ നോട്ട്സും റാങ്ക് ഫയലുമാണ്. അതിൽ തന്നെ ഡെയിലി എക്സാംസിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഈവനിങ് അത് നോക്കുമായിരുന്നു. പിന്നെ നോക്കുന്നത് ക്ലാസ് ടെസ്റ്റിന് വേണ്ടി മന്ത്ലി നമുക്ക് 1 അല്ലെങ്കിൽ 2 ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്തിരുന്നു. പിന്നെ ചെയ്തിരുന്നത് അവിടെ പ്രിലിംസ് ബാച്ചിൽ നമുക്ക് ഈവനിങ്ങിൽ മാത്സിനും ഇംഗ്ലീഷിനും സ്പെഷ്യൽ ക്ലാസ് വെച്ചിരുന്നു, അതെല്ലാം അറ്റൻഡ് ചെയ്തിരുന്നു. ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷും മാത്സും അവിടുത്തെ പോർഷൻസ് കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇതിലെല്ലാം കംപ്ലീറ്റ്ലി ലക്ഷ്യയുടെ തന്നെ ക്ലാസ് മാത്രമാണ് ഫോളോ ചെയ്തിരുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്, അത് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സസും നോക്കിയിട്ടുണ്ട്. പ്രിലിംസ് കഴിഞ്ഞപ്പോൾ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല, അത് കിട്ടുന്ന അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ഇത് ഓവർകം ചെയ്യും എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് പേപ്പർ ലക്ഷ്യയിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നോട്ട്സ് പുറത്തുനിന്നൊന്നും റെഫർ ചെയ്തിരുന്നില്ല, അതെനിക്ക് അത്യാവശ്യം ഈസി ആയിട്ട് തോന്നി എക്സാം. സെക്കൻഡ് പേപ്പറിലേക്ക് വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എക്സാം കഴിഞ്ഞ് മാർക്സ് അത്യാവശ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ പെർമനൻറ്റ് കീ വരുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ അത്യാവശ്യം മാർക്ക് ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതിന് ശേഷം പിന്നീട് വരുന്ന ഡിലീഷന് ശേഷം ഒരു 5-6 മാർക്കിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ അടുത്ത ടെൻഷൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ആ സമയത്താണ് ലക്ഷ്യയിൽ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞത്. അവിടെ ജോയിൻ ചെയ്തു. നമുക്ക് ഏകദേശം ഒരു 5-6 സെഷനോളം കിട്ടിയിട്ടുണ്ട്. ആ ഒരു സെഷനിൽ ഇവർ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അത് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. എനിക്ക് PSC ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ബോർഡ് അത്യാവശ്യം കോഡിയലായിട്ടുള്ളൊരു ബോർഡായിരുന്നു. എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് BDS ആയതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും എനിക്ക് BDS ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി, കുറച്ച് കോൺഫിഡൻസോടെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് മാക്സിമം മാർക്ക് കിട്ടി ഇൻ്റർവ്യൂവിൽ. ഈ 3 സ്റ്റേജിൻ്റെയും ഏകദേശമുള്ളൊരു ഇവാലുവേഷനിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നറിയായിരുന്നു. ഒരു 50-നകത്തുള്ള റാങ്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഒരു 25-ന് മേലേക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഒരു റാങ്ക് കിട്ടിയാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലിപ്പോൾ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫാമിലിയും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. എൻ്റെ പേര് അനീൻ സുരേഷ് എന്നാണ്. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു പെരിഡോണ്ടൽ സർജനോ ഇംപ്ലാന്റോളജിസ്റ്റാണ്. എൻ്റെ വൈഫ് ഹിമ BSന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് 23rd റാങ്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പുള്ളിക്കാരത്തി ഇതിനു വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 ഇയേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു PSC ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം സെൽഫ് കോൺഫിഡൻസും ഗട്ട്സുമാണ് അതെൻ്റെ ഭാര്യയിൽ അത്യാവശ്യം ഞാൻ കണ്ടു. അത് കാരണം പുള്ളിക്കാരത്തിയുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഓഫ്കോഴ്സ് ലക്ഷ്യയുടെ ഹെൽപ്പും വെച്ചിട്ട് പുള്ളിക്കാരത്തിക്ക് ഈ റാങ്ക് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പേര് സുഗതകുമാരി. ഞാൻ ഹിമയുടെ അമ്മയാണ്. ഞാനൊരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറായിരുന്നു. 2025 ഹിമ ഈ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അവിടെ വരുന്നത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. അതിലവൾക്ക് മികച്ച അതായത് 23ാമത്തെ റാങ്ക് കിട്ടുകയും ലക്ഷ്യയുടെ പരീക്ഷാ രീതികൾ അതിനവളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഇടയ്ക്കുള്ള സമ്മാനങ്ങളും എല്ലാം കുട്ടികൾക്ക് വളരെ ഒരു മോട്ടിവേഷനായിരുന്നു. അവിടെ പഠിച്ചതിന് ശേഷം അവൾക്ക് 2-3 റാങ്ക് ലിസ്റ്റിലുണ്ട്. ഒരു ടൈം കീപ്പറിൻ്റെതുണ്ട്, പിന്നെ അതിന് ഇനിയും വേറെ 1-2 റാങ്ക് ലിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും മികച്ച വിജയം തന്നെയാണ് കൈവരിക്കാൻ പറ്റുന്നതെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്
ഞങ്ങൾ അവളെ ലക്ഷ്യയിലേക്ക് വിട്ടതും ലക്ഷ്യ സെലക്ട് ചെയ്തതും. അവളുടെ വിജയത്തിന് ഞങ്ങൾ ലക്ഷ്യയോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഹിമയുടെ അച്ഛൻ, പേര് ബോബൻ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്തു. എൻ്റെ മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ BDSൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞു. ആ മേഖലയിൽ സാധ്യത കുറവ് എന്ന് കണ്ട് എന്തെങ്കിലും ജോലി സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ലക്ഷ്യയിൽ ക്ലാസ്സിന് ചേരുകയും ആ ക്ലാസ്സിന് ശേഷം വിവിധ വകുപ്പുകളിലായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് KSFയിൽ ആണ് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു. നിയമനം കിട്ടി 20-ാം തീയതി അത് ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോസ്റ്റിലത്തേക്ക് 23-ാമത് റാങ്കിൽ ഉൾപ്പെട്ട് വരികയും നിയമനത്തിനായി കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ ലക്ഷ്യയുടെ ഒരു കോച്ചിങ്ങിൻ്റെ കൂടുതൽ ഉപയോഗം ഉണ്ടായി, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ശരിക്കും പൂർണ്ണ അർത്ഥത്തിൽ അദ്ദേഹത്തിനത് ഈ റാങ്കിൽ ഉൾപ്പെട്ട് വരാനുള്ള സാഹചര്യം കിട്ടിയത്. ഈ ഒരു മൊമെൻറ്റിൽ എൻ്റെ കൂടെ നിന്ന് അതുപോലെ തന്നെ എന്നെ പഠിക്കാൻ ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ടീം ലക്ഷ്യ, അതുപോലെ ലക്ഷ്യയിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ്, അവിടുത്തെ സ്റ്റാഫ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരോട് ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.